അന്നന്നത്തെ മോക്ഷം. അന്നന്നത്തെ മോക്ഷം. PN ഗോപികൃഷ്ണന്റെ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയാണ് നാം ഇന്ന് പഠിക്കുക. PN ഗോപികൃഷ്ണന്റെ അന്നന്നത്തെ മോക്ഷം. സമകാലിക മലയാള കവിതയിലെ ശ്രദ്ധേയനായ കവികളിൽ ഒരാളാണ് PN ഗോപികൃഷ്ണൻ. കവിതയെ വർത്തമാനകാല രാഷ്ട്രീയ വ്യവഹാരമായി പരിവർത്തിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു. കേരള സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുകയും അതേക്കുറിച്ച് ജാഗ്രതയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റേത്. തനതും സവിശേഷവുമായൊരു ആഖ്യാന രീതി PN ഗോപികൃഷ്ണന്റെ കവിതകളെ വ്യത്യസ്തമാക്കുന്നു. ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കൃതിയിലെ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് അന്നന്നത്തെ മോക്ഷം. 2014 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് ഇടിക്കാലൂരി പനമ്പട്ടടി. ആ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് അന്നന്നത്തെ മോക്ഷം. ഇന്നലെ നാളെ എന്നിവയെക്കുറിച്ച് ചിന്തയില്ലാതെ വർത്തമാനകാലത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ അഭിരമിക്കുന്ന നിർവൃതി അടയുന്ന പുതുതലമുറയുടെ പ്രവണതകൾ വിമർശന വിധേയമാക്കപ്പെടുന്ന ഒരു കവിത അന്നന്നത്തെ മോക്ഷം. കവിതയുടെ തുടക്കത്തിൽ തന്നിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു. മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു. നവമാധ്യമങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് യാഥാർത്ഥ്യങ്ങളല്ല, മായക്കാഴ്ചകളാണ് എന്ന വസ്തുതയ്ക്കൊപ്പം നവമാധ്യമങ്ങളിലെ ആശയസൂചകങ്ങളായ ഇമോജികളെക്കുറിച്ചും ഈ ലിങ്ക് വായനക്കാരനെ ചിന്തിപ്പിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിലെ ആശയവിനിമയ സൂചകങ്ങളാണ് ഇമോജികൾ. ചെറിയ സൂചകങ്ങളിലൂടെ ആശയം അല്ലെങ്കിൽ വികാരം കൈമാറുന്നതിന് ഇമോജികൾ സഹായിക്കുന്നുണ്ട്. അഭിനന്ദനമോ സ്നേഹമോ പ്രണയമോ അനുശോചനമോ പ്രാർത്ഥനയോ ഒക്കെ നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള ചെറിയ സൂചകങ്ങളിലൂടെ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും. പ്രതീകാത്മകമായി നമ്മുടെ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്ന ഇമോജികളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. മോക്ഷം എന്ന പദം നമ്മൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് കേട്ടിട്ടുള്ളത്. മോക്ഷപ്രാപ്തി തീർച്ചയായും ഭൂമിയിൽ സൽകൃത്യങ്ങൾ ചെയ്ത് സുഹൃത ജീവിതം നയിക്കുന്നവർക്ക്, നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ആളുകൾ, നന്മ ചെയ്ത് ജീവിക്കുന്ന സജ്ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടും. അങ്ങനെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മോക്ഷം എന്ന പദം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ കവിതയിൽ അന്നന്നത്തെ മോക്ഷം എന്ന ഈ ശീർഷകവും ഒപ്പം അതുമായി ആ കവിതയും തീർച്ചയായും പുതിയ സാധ്യതകളാണ് തുറന്നു തരിക. കവിതയിൽ മോക്ഷം എന്ന വാക്ക് സാധാരണ വ്യവഹാര ഭാഷയിൽ നിന്നും മാറി സവിശേഷമായൊരു അർത്ഥത്തിലേക്ക് പോകുന്നുണ്ട്. ഓരോ ദിവസവും മനുഷ്യൻ കണ്ടെത്തുന്ന കേവലമായ സന്തോഷത്തെ, വ്യാജ സംതൃപ്തിയെ, ആഘോഷ സ്വഭാവമുള്ള വർത്തമാനകാല ജീവിതത്തെയാണ് കവിതയുടെ തലക്കെട്ട് പ്രതിനിധാനം ചെയ്യുക. ഓരോ ദിവസവും മനുഷ്യൻ കണ്ടെത്തുന്ന കേവലമായ സന്തോഷം, ഇന്നലെ നാളെ എന്നിവയെക്കുറിച്ച് ചിന്തയില്ലാതെ വർത്തമാനകാലത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ അഭിരമിക്കുന്ന നിർവൃതി അടയുന്ന പുതുതലമുറയുടെ ജീവിതത്തെ തീർച്ചയായും അന്നന്നത്തെ മോക്ഷം എന്ന ഈ ശീർഷകം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ അന്നന്നത്തെ അപ്പം കണ്ടെത്തുക എന്ന് പറയാറുണ്ട് അല്ലേ? ആഹാരം കണ്ടെത്തുക, അന്നന്നത്തേനുള്ള വക കണ്ടെത്തുക, വഴി കണ്ടെത്തുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ജീവിതം ഓരോ ദിവസവും കുട്ടിമുട്ടിക്കാനാവാതെ കടന്നു പോകുന്ന ആളുകൾ അന്നന്നത്തെ അന്നത്തിനുള്ള വക തേടി മാർഗങ്ങൾ അന്വേഷിച്ച്, ജോലി അന്വേഷിച്ച്, വരുമാനം അന്വേഷിച്ച് ജീവിക്കുന്ന മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ നമുക്ക് കാണാം. ഇവിടെ അന്നന്നത്തെ മോക്ഷം മൊബൈലിൽ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട റീലുകളും ട്രോളുകളും തമാശകളുമൊക്കെ വായിച്ചും കണ്ടും ഷെയർ ചെയ്തുമെല്ലാം സന്തോഷിക്കുകയും സായുജ്യമടയുകയും ഒക്കെ ചെയ്യുന്ന പുതുതലമുറയുടെ പ്രവണതയെയാണ് ഈ കവിത വിമർശന വിധേയമാക്കുന്നത്. അപ്പോൾ ഒരു ചെറു കവിതയാണ്, വളരെ ചെറിയ ഒരു കവിതയാണ്. പക്ഷേ സമകാലിക പ്രസക്തി ഏറെയുള്ള പുതിയ കാലത്തിൻ്റെ സംസ്കാരത്തെയും വിചാരങ്ങളെയും ജീവിത രീതിയെയും വളരെ വ്യക്തമായി ശക്തമായി പ്രതിഫലിപ്പിക്കുന്ന ആക്ഷേപഹാസ്യ പ്രധാനമായ ഒരു കവിത. നമുക്കിനി കവിത പരിചയപ്പെടാം.
മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യ താരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കവിത അവസാനിക്കുക. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. അപ്പം തീർച്ചയായും എന്താണ്, പുതുകാലത്തിൻ്റെ പ്രവണതകളെ, മനുഷ്യൻ്റെ ജീവിത രീതികളെയാണ് ഈ കവിത വിമർശന വിധേയമാക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടും ജീവിത രീതികളും ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. മനുഷ്യരോട് ഇടപഴകുവാൻ നമുക്ക് സമയമില്ല. പക്ഷേ എന്താണ്, എപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും വ്യാപൃതരാണ്. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ സമയവും വിനിയോഗിക്കുന്നത്. പ്രത്യേകിച്ചും കോവിഡ് കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു തുടങ്ങിയത്. ഇന്ന് ആൾക്കൂട്ടത്തിലും നമ്മളെല്ലാവരും തനിച്ചാണെങ്കിലും നമ്മൾ തനിച്ചല്ല എന്നും പറയാം. കാരണം എപ്പോഴും നമ്മൾ സമൂഹവുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നേരിട്ടല്ല, പിന്നെ എങ്ങനെയാണ്, റീലുകളും ട്രോളുകളും തമാശകളും വീഡിയോകളും ഒക്കെയായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ സ്വന്തം വീട്ടിലുള്ള ആളുകളെക്കാൾ നമുക്കിന്ന് കൂടുതൽ ബന്ധം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുന്ന ആളുകളെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു. സ്വന്തം മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു സമൂഹം, സ്വന്തം വീട്ടിൽ തന്നെ അവനവൻ്റെ മുറികൾ ഓരോ തുരുത്തുകളായി മാറുന്നു. ഓരോരുത്തരും തനിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കുടുംബവും സൗഹൃദവും ബന്ധങ്ങളുമൊക്കെ ഇന്ന് എങ്ങനെ മാറുന്നു എന്നുള്ളതും നമുക്ക് അറിയാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. എന്താണ് ഈ കവിതയുടെ ഈ വരികളിലെ ആശയം എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മളും മൊബൈലുകളിൽ വരുന്ന തമാശകൾ വായിക്കാറുണ്ട്, അല്ല എങ്കിൽ ട്രോളുകളും ഒപ്പം റീലുകളുമൊക്കെ കണ്ട് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്നാണ് കവി പറയുക. ഇപ്പം താൻ വായിച്ച ഒരു തമാശ, അത് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള താല്പര്യം, വ്യഗ്രത എന്നിവയാണ് ഇവിടെ കവി പറയുക. അപ്പോൾ താൻ വായിച്ച ഒരു തമാശ അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുവാനുള്ള ആ വ്യക്തിയുടെ ആഖ്യാതാവിൻ്റെ വ്യഗ്രതയാണ് ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റുക. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ. എപ്പോഴാണ് നമ്മുടെ കൃഷ്ണമണി തിളങ്ങുക? നമുക്ക് അമിതമായ നല്ല സന്തോഷം തോന്നുമ്പോൾ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇവിടെ ആ തമാശ കണ്ടപ്പോൾ ആഖ്യാതാവ് അത് വായിച്ച് ആസ്വദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. അത് ആ തമാശ വായിച്ചതിൻ്റെ സന്തോഷം മാത്രമല്ല, പിന്നെ കവിതയിലെ തമാശ ആഖ്യാതാവിന് പകർന്നു നൽകിയ അനുഭൂതിയോടൊപ്പം താൻ വായിച്ച തമാശ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള വ്യഗ്രത കൂടി അവിടെ വളരെ സ്പഷ്ടമാണ്. അതിനെപ്പറ്റി ഓർക്കുമ്പോഴാണ് അയാളുടെ കൃഷ്ണമണി തിളങ്ങുന്നത്. കാലിൽ ചെരുപ്പ് ഇക്കിളിയിടുന്നത് പോലെ. അപ്പോൾ ഈ തമാശ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഭൂതിയും സന്തോഷവും ഒക്കെയാണ് ഇവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റുക. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. അപ്പോൾ തീർച്ചയായും ഈ കിട്ടിയ തമാശ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. അത് പുതിയ കാലത്തിൻ്റെ ഒരു പ്രവണതയാണ്. ഒപ്പം തന്നെ എല്ലാ റീലുകളും ട്രോളുകളും നമ്മൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊരു വലിയ
എന്താണ് വാണിജ്യ ശൃംഖല കൂടിയാണ് എന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും ശീലവുമായി തീർന്നിരിക്കുന്നു. അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിനാണ് നമുക്ക് വ്യഗ്രത. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും. അപ്പോൾ എന്താണ് ഈ തമാശ എന്താണ് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കില്ല. എപ്പോഴും ആശയം കൈമാറുന്നത് നമുക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സർവ്വസാധാരണമായൊരു സ്വഭാവമാണ്. അപ്പോൾ അറിവുകളും ഒപ്പം എന്താണ് അനുഭവങ്ങളും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മളെപ്പോഴും വ്യഗ്രത കാട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ തമാശയും എന്താണ് മറ്റുള്ളവരെ അറിയിക്കുവാൻ അവർക്ക് ഷെയർ ചെയ്യുവാൻ വേണ്ടി എന്താണ് ആഗ്രഹിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഇതെന്താണ് ഫലിത പരിഹാസങ്ങളാണ് ഈ കവിതയുടെ ഒരു അടിത്തറ എന്ന് നമുക്കറിയാം. ആക്ഷേപഹാസ്യ പ്രധാനമാണ്. അപ്പോൾ നമുക്കെന്താണ് ഒരു തമാശ അല്ലെങ്കിൽ ഒരു ട്രോൾ വീഡിയോ കിട്ടിക്കഴിയുമ്പോൾ എന്താണ് അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തില്ല എങ്കിൽ നമ്മൾ വല്ലാതെ അസ്വസ്ഥര. അത് ഷെയർ ചെയ്യും. നമ്മൾ വായിച്ച് തീരുന്നതോടൊപ്പം നമ്മൾ കണ്ടു തീരുന്നതോടൊപ്പം നമ്മളത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കഴിയും. അപ്പോൾ എന്താണ് അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. 1-2 പേർക്കല്ല, പിന്നെ എന്താണ് 150 പേർക്ക് വിതരണം ചെയ്തു എന്നാണ് കവി പറയുക. അപ്പോൾ എന്തും എന്താണ് ഷെയർ ചെയ്യുന്ന അതിന് എന്താണ് താല്പര്യം കാട്ടുന്ന പുതിയ കാലത്തിൻ്റെ പ്രവണതകളെയാണ് കവി ഇവിടെ പരിഹസിക്കുക. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ, അപ്പോൾ ആ തമാശ 150 പേർക്ക് വിതരണം ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്. അപ്പോൾ ഇവിടെ എന്താണ് തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം അല്ല എങ്കിൽ എന്താണ് ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ എന്താണ് സംഭവം. തീർച്ചയായും സംഭവ കഥ ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്താണ് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കി എന്താണ് ബൈബിൾ കഥ നമ്മുടെ മനസ്സിലേക്ക് വായനക്കാരൻ്റെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്താണ് കർത്താവായി മാറുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹവും കർത്താവാണ് അല്ലേ. മറ്റുള്ളവർ അയച്ചു കൊടുത്ത ഒരു തമാശ ഷെയർ ചെയ്യുമ്പോൾ അയാൾ എന്താണ് വിചാരിക്കുക? അതിൻ്റെ രചയിതാവ് താനായി മാറുന്നു. അത് എന്താണ് സ്വന്തം തമാശയാണ്, തൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, തൻ്റെ സർഗാത്മകമായ കഴിവാണ് എന്നാണ് അയാളുടെ വിചാരം. ആ ഭാവമാണ് അയാൾക്ക്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്. അപ്പോൾ തമാശയാണ് അയച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണ് അദ്ദേഹം എന്താണ് തമാശയുടെ രചയിതാവ് മാത്രമല്ല, സൃഷ്ടാവ് മാത്രമല്ല, പിന്നെ എന്താണ് നടനും കൂടിയായി മാറുക, അഭിനേതാവും കൂടിയായി മാറുക, 150 ലോകങ്ങളുടെ ഉടമയാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് തമാശ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യാജ സംതൃപ്തിയെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ്. അവിടെ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. ആരോ ഷെയർ ചെയ്തിട്ട് ഒരു തമാശ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുക. പക്ഷേ എന്താണ് അത് ഷെയർ ചെയ്യുമ്പോൾ പോലും അവിടെ എന്താണ് താനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന ഭാവത്തിലാണ് ഇത് എന്താണ് മറ്റുള്ളവർക്കായി അയാൾ ഷെയർ ചെയ്യുക. അപ്പോൾ കവിതയിലെ തമാശ വായനക്കാരൻ അഥവാ കവിതയിലെ ആഖ്യാതാവിന് പകർന്നു നൽകുന്ന സന്തോഷവും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനുള്ള അയാളുടെ ഒരു വ്യഗ്രതയും അതേപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ അയാൾ അനുഭവിക്കുന്ന അനുഭൂതിയും ആനന്ദവുമെല്ലാം കവിതയിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകളെ പുതുതലമുറയുടെ പ്രവണതകളെയാണ് കവി PN ഗോപികൃഷ്ണൻ ഇവിടെ വിമർശന വിധേയമാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ആദ്യ ചോദ്യം നോക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. അപ്പോൾ നമ്മൾ കവിതയുടെ പ്രമേയം കണ്ടു. ഒപ്പം എന്താണ് ഇതിൻ്റെ ആഖ്യാന രീതി ആക്ഷേപഹാസ്യ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് പുതുകാലത്തിൻ്റെ പ്രവണതകളെ വിമർശന വിധേയമാക്കുന്ന ഒരു കവിതയാണിത് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് നമ്മൾ തമാശകളുടെ ട്രോളുകളുടെയൊക്കെ ഒരു കാലത്തും ലോകത്തുമൊക്കെയാണ് ഇന്ന് ജീവിക്കുക. അപ്പോൾ ഇൻ്റർനെറ്റ് പൂർവ്വകാലത്തുണ്ടായിരുന്നതിനേക്കാൾ സോഷ്യൽ മീഡിയ
കടന്നു വന്നതോടുകൂടി, സമകാലിക സമ്പർക്ക മാധ്യമങ്ങളൊക്കെ വന്നതോടുകൂടി മനുഷ്യജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വലം കൈയിലെ വിരൽ, നമ്മുടെ ചൂണ്ടുവിരൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? കമ്പ്യൂട്ടറും ഒപ്പം സ്മാർട്ട് ഫോണുകളും ഒക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എപ്പോഴും കൂടുതലായി ഉപയോഗിക്കുന്നത് നമ്മുടെ വലം കൈയിലെ വിരലുകളൊക്കെ തന്നെയാണ്. അപ്പോൾ വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്ന് പറയുമ്പോൾ താൻ വായിച്ചു രസിച്ച തമാശ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ആഖ്യാതാവിൻ്റെ താല്പര്യവും വ്യഗ്രതയുമാണ് നമ്മൾ കാണുക. അപ്പം പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾക്ക് വിശദീകരിക്കുവാനായിട്ട് പറ്റണം. താൻ വായിച്ചു രസിച്ച തമാശ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ആഖ്യാതാവിൻ്റെ താല്പര്യവും വ്യഗ്രതയുമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. സമകാലിക സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണതകളെ വിമർശന വിധേയമാക്കുകയാണ് കവി PN ഗോപികൃഷ്ണൻ. അടുത്ത ചോദ്യം, ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവ ലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവ ലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. അപ്പോൾ സമയത്തിൽ ഒരു വലിയ ഭാഗം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗത്തിനായി ചെലവഴിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായും നാം എല്ലാം തമാശകൾ കാണുകയും ട്രോളുകൾ കാണുകയും ഒപ്പം വീഡിയോയും ട്രോളുകളും എല്ലാം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല. ഒരു തമാശ ഷെയർ ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കുന്നത് അത് അയാളുടെ സ്വന്തം രചനയാണ് എന്നാണ്. ആ തമാശയുടെ കർത്താവായി, രചയിതാവായി അയാൾ സ്വയം അവരോധിക്കുകയാണ്. അല്ല എങ്കിൽ അങ്ങനെ ഭാവിക്കുകയും അപ്രകാരം ഒരു മാനസിക അവസ്ഥയിലേക്ക് ഭാവത്തിലേക്ക് അയാൾ മാറുകയും ചെയ്യുന്നുണ്ട്. 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്. അപ്പോൾ ആ തമാശയിലെ നടൻ അല്ല എങ്കിൽ വ്യക്തി താനായി മാറുകയാണ്. 150 ലോകങ്ങളുടെ ഉടമയാണ്. അപ്പോൾ അങ്ങനെ അതെന്താണ് 150 പേർക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വ്യാജമായൊരു സംതൃപ്തിയുണ്ട്. അതിൻ്റെ രചയിതാവും സംവിധായകനും അഭിനേതാവും എല്ലാം താനാണ്. താനെന്താണ് ഈ ലോകത്തിലേക്ക് എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന വിചാരവും ഭാവവും ഷെയർ ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകുന്നു എന്ന് നമുക്ക് കവിതയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. മൊബൈലിൽ വന്ന ഒരു തമാശ ആഖ്യാതാവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുന്നു. ആ തമാശ വായിച്ച ഉടൻ തന്നെ അത് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള താല്പര്യവും വ്യഗ്രതയുമാണ് അയാളിൽ ഉണ്ടായത്. അത് ഷെയർ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ രചയിതാവും സംവിധായകനും അഭിനേതാവുമെല്ലാം താനാണെന്ന വിചാരവും ഭാവവുമാണ് അയാൾക്ക്. ഇപ്പോൾ സർഗാത്മകമായ എന്തോ ഒന്ന് തന്നിലുണ്ട് എന്നും താനാണ് അതിൻ്റെ രചയിതാവും ഒപ്പം പ്രചാരകനും എന്ന നിലയിലേക്ക്, പ്രസാധകനും എന്ന നിലയിലേക്ക് അയാളുടെ ഭാവവും വിചാരവും ഒക്കെ മാറുകയാണ്. അപ്പോൾ ഇപ്രകാരം ട്രോളുകളും റീലുകളും എല്ലാം ഷെയർ ചെയ്ത് സായുജ്യമടയുന്ന, വ്യാജ സംതൃപ്തി അടയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ പ്രവണതകളെ പരിഹസിക്കുകയും വിമർശിക്കുകയുമാണ് കവി. അടുത്ത ചോദ്യം, അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വിശദമാക്കുക. അന്നന്നത്തെ മോക്ഷം നമ്മൾ പാഠഭാഗം വിശകലനം ചെയ്തപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ തന്നതാണ്. അപ്പോൾ മോക്ഷം എന്ന പദം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഭൂമിയിൽ സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവർക്ക്, സജ്ജനങ്ങൾക്ക്, നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നും അല്ല എങ്കിൽ ആത്മാവിന് മോക്ഷം, മുക്തി ലഭിക്കുകയില്ല എന്നുമൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ മോക്ഷം എന്ന പദം കൂടുതലായി മനസ്സിലാക്കിയിരിക്കുന്നത് എങ്കിൽ അന്നന്നത്തെ മോക്ഷം എന്ന ഈ കവിതാ ശീർഷകം അത് തീർച്ചയായും കവിതയുടെ പ്രമേയവുമായി ഏറെ ചേർന്നു നിൽക്കുന്നതാണ്. പുതുകാലത്തിൻ്റെ പ്രവണതകളെ വിമർശന വിധേയമാക്കുന്ന ഈ കവിതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ശീർഷകം തന്നെയാണ്. ഓരോ ദിവസവും മനുഷ്യൻ കണ്ടെത്തുന്ന കേവലമായ സന്തോഷത്തെ, വ്യാജ സംതൃപ്തിയെ ആണ് ഈ ശീർഷകം വിമർശന വിധേയമാക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, തൻ്റെ മുൻപിലെത്തിയ ഒരു ട്രോളോ ഒരു തമാശയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യാജ സംതൃപ്തി, അങ്ങനെ സായുജ്യമടയുന്ന പുതുതലമുറയുടെ പ്രവണതയാണ് ഈ കവിത വിശകലന വിധേയമാക്കുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ശീർഷകമാണ് അന്നന്നത്തെ മോക്ഷം. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് മോക്ഷം എന്ന വാക്ക് നാം മനസ്സിലാക്കിയിരിക്കുന്നത്.
ഭൂമിയിൽ സത്കൃത്യങ്ങൾ ചെയ്ത് സുഹൃത ജീവിതം നയിക്കുന്ന വ്യക്തി മരിച്ചാൽ അയാളുടെ ആത്മാവ് മോക്ഷം പ്രാപിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ കവിതയിൽ മോക്ഷം എന്ന വാക്ക് സാധാരണ വ്യവഹാര ഭാഷയിൽ നിന്നും മാറി സവിശേഷമായൊരർത്ഥം കൈവരിക്കുന്നതായി കാണാം. ഓരോ ദിവസവും മനുഷ്യൻ കണ്ടെത്തുന്ന കേവലമായ സന്തോഷത്തെയാണ്, ആഘോഷ സ്വഭാവമുള്ള വർത്തമാനകാല ജീവിതത്തെയാണ്, അങ്ങനെ പുതുതലമുറ കണ്ടെത്തുന്ന വ്യാജ സംതൃപ്തിയെയാണ് കവിതയുടെ തലക്കെട്ട് പ്രതിഫലിപ്പിക്കുന്നത്. കവിതയുടെ ആശയത്തിനു ചേർന്നു നിൽക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ശീർഷകം തന്നെയാണ് അന്നന്നത്തെ മോക്ഷം. അടുത്ത ചോദ്യം, നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ്. ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. സൂചനകൾ തന്നിട്ടുണ്ട്. വിവരവിനിമയം, സംരംഭകത്വം, ദുരന്ത നിവാരണ കൂട്ടായ്മകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ. വിവരവിനിമയം നമുക്കറിയാം, കൃഷി, വിദ്യാഭ്യാസം, പാചകം, ആരോഗ്യം, വാണിജ്യം തുടങ്ങി എന്തുമാവട്ടെ ഏതു വിഷയത്തെക്കുറിച്ചുമുള്ള കൃത്യവും വ്യക്തവും സമഗ്രവുമായ വിവരങ്ങൾ നമുക്കെന്താണ് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുവാനായിട്ട് പറ്റും. സംരംഭകത്വം, അപ്പോൾ തീർച്ചയായും എന്താണ് വ്യവസായമാകാം, നിക്ഷേപമാകാം, അപ്പം അങ്ങനെ എന്തുമാകട്ടെ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചുള്ള അറിവും ആധികാരികമായ വിവരങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്താണ് സംരംഭകരായി മാറിയ ആളുകളുടെ വീഡിയോകളിലൂടെ, അവരുടെ അഭിമുഖങ്ങളിലൂടെ ഒക്കെ എന്താണ് നമുക്കെന്താണ് അതിനെപ്പറ്റി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കെന്താണ് അവർ നേരിട്ട വെല്ലുവിളികൾ എങ്ങനെയാണ്, അവർ എങ്ങനെ വിജയം വരിച്ചു തുടങ്ങിയവയെപ്പറ്റി നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. ഒപ്പം എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങൾ, എന്താണ് പുതിയ സംരംഭം തുടങ്ങുവാനും അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും ഒക്കെ ഒരുപാട് ആളുകൾക്ക് സഹായകമായി തീർന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പം തീർച്ചയായും നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഒരുപാട് അവസരങ്ങൾ ആളുകൾക്ക്, പുതുതലമുറയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംരംഭകരായി മാറിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളും അവരെക്കുറിച്ചുള്ള വാർത്തകളും അവരുടെ വിശേഷങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനവും ആയിത്തീരുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വരുവാനും ജീവിതം കരുപ്പിടിപ്പിക്കാനും ഒക്കെ വിജയം വരിക്കുവാനും ജീവിത വിജയം നേടുവാനും ഒക്കെ ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ കൂട്ടായ്മകൾ നമ്മൾ കണ്ടതാണ്. 2018 പ്രളയം, വെള്ളപ്പൊക്കവും ഒപ്പം 19 കോവിഡ് മഹാമാരിയും ഒക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ തോതിൽ ആഘാതമേൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളും നവമാധ്യമങ്ങളുടെ ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പരസ്പരം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളെല്ലാം ഒരുമിച്ചുകൂടി ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മൾക്ക് കാണുന്നുണ്ട്. ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളും എല്ലാം ആളുകൾക്കായി ദുരന്തത്തിനിരയായവർക്കായി എത്തിക്കുന്നതും ഷെയർ ചെയ്യുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ദുരന്ത നിവാരണ കൂട്ടായ്മകൾ തീർച്ചയായും നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ ഏറെ പ്രശംസനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമുക്കറിയാം. തീർച്ചയായും ദരിദ്രർക്കും രോഗികൾക്കും അനാഥർക്കുമൊക്കെ ചികിത്സാ സഹായം, ഭക്ഷണം, മരുന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ, വീട് തുടങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞവരെ സഹായിക്കുന്നതിനും പലപ്പോഴും മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളുകൾക്ക് ജീവൻ രക്ഷിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പണമായോ മരുന്നായോ മറ്റു സഹായങ്ങളൊക്കെ ആയോ നൽകുന്നതിന് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലെ കൂട്ടായ്മകളും ആളുകളുടെ ഇടപെടലുകളും വിവരങ്ങൾ കൈമാറുന്നതിലൂടെയും ഒക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ മരുന്നും മറ്റ് ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരുമിച്ചു നിൽക്കുന്ന മലയാളിയുടെ സഹജീവി സ്നേഹവും ഒരുമയും ഒക്കെ നമ്മൾ പലപ്പോഴും കാണുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സമകാലിക നവമാധ്യമ സാമൂഹിക ഇടപെടലുകൾ വളരെ വലിയ തോതിൽ സമൂഹത്തിൽ പരിവർത്തനവും മാറ്റവും ഇടപെടലുകളുമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതായി കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പ്രഭാഷണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അനുയോജ്യമായ
അനുയോജ്യമായൊരു തുടക്കം ഉണ്ടാവണം. അപ്പോൾ എന്താണ് മുൻപിലിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുവാനും അവർക്ക് നമസ്കാരം പറഞ്ഞ് അവസാനിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നമ്മൾ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മുൻപിലിരിക്കുന്ന ആളുകളോട് സംവദിക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. അത്തരത്തിൽ ഭാഷാ ശൈലി രൂപപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അനുയോജ്യമായ രീതിയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം തയ്യാറാക്കുവാനായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുക. അടുത്തതൊരു സംവാദത്തിനുള്ള ടോപ്പിക്കാണ്. സൂചനകളും പാഠഭാഗങ്ങളും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക. ഇപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. താൻ പിന്തുണയ്ക്കുന്ന വാദ സംഹിത എന്താണോ, ആശയം എന്താണോ, അത് അതിനനുയോജ്യമായ കാരണങ്ങൾ കണ്ടെത്തി അത് സാധൂകരിക്കുക എന്നുള്ളതാണ് സംവാദത്തിൻ്റെ രീതി. അപ്പം തീർച്ചയായും മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ, ഉണ്ട് എന്നും ഇല്ല എന്നും വാദിക്കുന്നവരുണ്ടാവാം. തീർച്ചയായും മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങളെ ജനാധിപത്യത്തിൻ്റെ കാവൽ പടയാളികളായിട്ട് തന്നെയാണ് നമ്മൾ കാണുക. തീർച്ചയായും സമൂഹത്തിന് അനുഗുണമായി നിൽക്കുവാൻ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ ഭരണാധിപന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ടോ, അല്ല എങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിമർശന വിധേയമാക്കുവാനും വിശകലനം ചെയ്യുവാനും അത് സമൂഹ മധ്യത്തിലും ബന്ധപ്പെട്ട അധികാരികളുടെയും മുൻപിലെത്തിക്കുവാനും അങ്ങനെ വളരെ ശക്തമായ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അങ്ങനെ പല വാർത്തകളും പുറത്തു കൊണ്ടുവരുന്നതായും ഭരണാധികാരികളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഒക്കെ കണ്ണു തുറക്കുന്നതിന് കാരണക്കാരായി തീരുകയും ഒക്കെ ചെയ്യുന്നത് മാധ്യമങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നവമാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായും സാമൂഹികമായ ഇടപെടലുകൾക്കുള്ള സാധ്യതകൾ കൂടുകയാണ് അല്ലേ. അപ്പം തീർച്ചയായും കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുവാനും പിന്തുണയ്ക്കുവാനും പിന്തുണ അറിയിക്കുവാനും ഒക്കെ സാധാരണക്കാർക്കും എല്ലാവർക്കും സാധ്യമാകുന്ന തരത്തിലേക്ക് സമകാലിക സമൂഹം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായും സാധാരണക്കാർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന്, അവരുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നതിന്, അങ്ങനെ ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായി മാധ്യമങ്ങൾ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാനുണ്ട്. എവിടെയും കയറി ചെല്ലുവാൻ, വിവരങ്ങൾ ചോദിക്കുവാൻ, കാരണങ്ങൾ ആരായുവാൻ, ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. മാധ്യമങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ സാധിക്കില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തെ ആർക്കും ചോദ്യം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യത്തിൽ വളരെ ശക്തമായി ഇടപെടുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങളുടെ സാധ്യതകൾ, പ്രാധാന്യം എന്നിവയെപ്പറ്റി സമകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അവസാനത്തെ ചോദ്യം, അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്യുക. കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പം നമുക്കറിയാം, അച്ചടി മാധ്യമങ്ങൾ, പത്രം, മറ്റ് ആനുകാലികങ്ങൾ എന്നിവയൊക്കെ കൃത്യമായൊരു മാതൃക ഭാഷാരീതി സ്വീകരിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അച്ചടി ഭാഷ എന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, പത്രഭാഷ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നവമാധ്യമങ്ങൾ സാധാരണക്കാരെ കൂടി മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതോടുകൂടി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാധ്യമ ഭാഷയുടെ വാർപ്പ് മാതൃകകൾക്ക് മാറ്റം വന്നു അല്ലേ. എഴുത്തിലും ആഖ്യാന രീതിയിലും അവതരണത്തിലും എല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ കാലങ്ങളായി നിലനിന്നിരുന്ന മാധ്യമങ്ങളുടെ വാർപ്പ് മാതൃകയിൽ നിന്ന് മാറി ആർക്കും എവിടെ നിന്നും
വാർത്തകൾ നൽകുവാൻ തൻ്റെ അറിവും കഴിവും അനുഭവ പരിചയവും വച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്നതിന് നവമാധ്യമങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. സാധാരണക്കാർക്കും എല്ലാവർക്കും കമൻറ്റുകളിലൂടെ പ്രതികരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നവമാധ്യമങ്ങൾ തീർച്ചയായും മാധ്യമങ്ങളെ തുറന്ന ചർച്ചാവേദികളാക്കി മാറ്റി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നമുക്ക് പ്രതികരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പക്ഷേ പലപ്പോഴും കൃത്യമായ ഒരു എഡിറ്റിങ്ങോ അല്ല എങ്കിൽ തീർച്ചയായും നവമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും എവിടെ നിന്നും ഇടപെടുവാനും വിവരങ്ങൾ കൈമാറുവാനും സാധിക്കും, വാർത്തകൾ നൽകുവാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാർത്തകൾ കൃത്യമാണോ എന്നുള്ളതിൽ പലപ്പോഴും ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. കൃത്യമാണോ, വ്യക്തമാണോ, അല്ല എങ്കിൽ ശരിയാണോ, സത്യമാണോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലപ്പോഴും ഉയരാറുണ്ട്. ചിലപ്പോൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന കോലാഹലങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് നവമാധ്യമങ്ങൾ തുറന്ന ചർച്ചാവേദികളായി മാറുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. പക്ഷേ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റം ഇന്ന് മാധ്യമ ഭാഷയുടെ വാർപ്പ് മാതൃകകളൊക്കെ മാറി. പിന്നെ എഴുത്തിലും ആഖ്യാന രീതിയിലുമൊക്കെ അവതരണത്തിലുമെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ആളുകളുമായി സംവദിക്കുന്ന രീതിയിൽ പലപ്പോഴും തമാശകളൊക്കെ കലർത്തി സംസാരിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് പറ്റും. അങ്ങനെ ആഖ്യാന രീതിയിലും അവതരണത്തിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം സംസാര ഭാഷയിലേക്ക്, ശൈലികളിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം.